ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അജയുമായിട്ട് സംസാരിച്ചിട്ട് അമൃത നേരെ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ജാനകിയാട്ടോ. ജാനകിയെ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. അപ്പോൾ ജാനകി ഇങ്ങനെ അമൃത അന്തം വിട്ട് നോക്കുന്നത് കണ്ടപ്പോൾ ജാനകിക്ക് ഒരു അത്ഭുതം, ഇതെന്താ ഇവിടെ തന്നെ ഇങ്ങനെ നോക്കണതെന്ന്. അപ്പോഴേക്കും അകത്തേക്ക് ചെന്നിട്ട് ജാനിയടത്തി എന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ. അന്തം വിട്ട് നോക്കുവാണ് നമ്മുടെ ജാനകി. അപ്പോഴേക്കും ജാനിയടുത്ത് നിന്ന് വിളിച്ച ഒരു ഒറ്റ കെട്ടിപ്പിടുത്തവും കരച്ചിലുമായിരുന്നു. അപ്പോൾ എന്താ അമൃത, എന്ത് പറ്റി, എന്തിനു നീ ഇങ്ങനെ കരയണേന്ന് ചോദിച്ചു. നിനക്ക് എന്താ പറ്റിയ, എന്താ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ ജാനിയടുത്ത് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്തിനാ നീ കരയണേ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ അഭി വന്നിട്ട് ചോദിച്ചു, നിനക്കെന്താ പറ്റി, നീ എന്തിനാ ഇങ്ങനെ കരയണേ, എന്താ കാര്യം ഇതൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഇവളെന്തിനാ കരയണേന്ന് എനിക്കറിയില്ല എന്ന് ജാനകിയും പറഞ്ഞു. ജാനിയടുത്ത് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്നും ഒരുപാട് വേദനിപ്പിച്ചു എന്നും പറയും അമൃത. അടുത്തോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്നും പറഞ്ഞു. അപ്പോൾ ജാനകി ഇങ്ങനെ അഭിയെ നോക്കുക. തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞാൽ നിനക്ക് ശരണിനെ വിശ്വാസമാണെന്നുള്ളതല്ലേ എന്നിങ്ങനെ നമ്മുടെ അഭി ചോദിച്ചപ്പം അതെ എന്ന് പറഞ്ഞു. ഇപ്പം നിനക്കെന്താ അങ്ങനെ തോന്നാമെന്ന് ജാനകി ചോദിക്കുമ്പോൾ ഹണി റോസുമായിട്ട് ഞാൻ കരുതിയതുപോലൊരു ബന്ധം അത് ശരണിനില്ല എന്നും ബിസിനസ്സിൽ ഒരു ഇടിവ് വന്നു കഴിഞ്ഞപ്പോൾ ശരൺ അവളുടെ കയ്യിൽ നിന്ന് ഫണ്ട് കുറച്ച് മറിച്ചു എന്നുള്ളത് സത്യമാണെന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്തേക്ക് എന്നെയും വലിച്ചിട്ടത്, എൻ്റെയും ശരണിൻ്റെയും ജീവിതം തകർക്കാൻ ശ്രമിച്ചത് ഈ വീടിനകത്തുള്ള ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്തം വിട്ട് രണ്ടുപേരോട് ഇങ്ങനെ നോക്കൂ കേട്ടോ. ഈ വീടിനകത്തുള്ള ആളോ, അവൾക്ക് ഏതെങ്കിലും തരത്തിലൊരു റിലേഷൻ ഉണ്ടെങ്കിൽ അത് അയാളുമായിട്ടാണ് എന്നും പറഞ്ഞു. അപ്പോഴും അവരിങ്ങനെ നോക്കുക കേട്ടോ. അത് ആരാ ഇവർക്കും അറിയില്ലല്ലോ. അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ കരുതാൻ കാരണം ഇവിടെ വരുമ്പോഴൊക്കെ അവൻ ശരണിനെയാണ് മറയാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിനക്കാരും ഈ വിവരങ്ങളൊക്കെ തന്നത് അപ്പോൾ എൻ്റെ അഡ്വക്കേറ്റ് ശിശിര അന്വേഷിച്ചറിഞ്ഞതാണെന്നും എനിക്കത് ബോധ്യപ്പെടുത്തി തരികയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആരായാലും എന്താ, ശരണിനെ നിനക്ക് വിശ്വാസമായല്ലോ. പിന്നെ ശരണും നീയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ നിന്നോട് പറയുന്നതാ, ശരൺ നിരപരാധിയാണെന്ന്. അന്ന് നീ ഒന്നും വിശ്വസിച്ചില്ല. ശരൺ ഒരു വൃത്തികെട്ടവനാണെങ്കിൽ നിന്റെ പിന്നാലെ അവൻ ഒരിക്കലും ഇങ്ങനെ നടക്കില്ല എന്നും നീ എന്നെ ശത്രുവായി കണ്ടു. ആ ഒരു അവസരം മുതലെടുത്ത് അപർണ നിങ്ങളെ വേർപെടുത്താനും ശ്രമിച്ചു എന്നും പറഞ്ഞു. ആ അഡ്വക്കേറ്റ് നല്ല മനസ്സിനുടമയായതുകൊണ്ട് കോടതി കയറാതെ സത്യം നിനക്ക് ബോധ്യപ്പെടുത്തി തന്നു. അപ്പോൾ ജാനിയടുത്ത് പറയുന്നതെല്ലാം സത്യം തന്നെയാണ്. ഞാൻ ശരണിനെ വിളിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ശരൺ ഇങ്ങോട്ട് വരുമെന്നും അമൃത പറയാം. ശരണിൻ്റെ കൂടെ പോവാനാണോ നിന്റെ തീരുമാനമെന്ന് ചോദിച്ചപ്പം എനിക്ക് പോകണം അഭിയേട്ട എന്ന് പറഞ്ഞു അമൃത. അതെപ്പോഴുള്ള പോക്ക് പോലെ ആവരുത്. നീ ആദ്യം ശരണിനെ വിശ്വസിക്കണം. അവന് നീയില്ലാതെ ജീവിക്കാനാവില്ല എന്നുള്ളതാ സത്യം. അന്ന് രാത്രി എന്തൊക്കെയോ വിളിച്ചു പറയാൻ വേണ്ടിയാ ശരൺ ഇവിടെ വന്നത്. പക്ഷേ ഭർത്താവിൻ്റെ ഫോൺ രഹസ്യമായി പരിശോധിക്കുന്നത്, അയാൾ പുറത്തു പോയാൽ അതിന് സംശയത്തിന് നിറം കൊടുക്കുന്നതും ഒരു നല്ല ഭാര്യയ്ക്ക് ചേർന്ന കാര്യമല്ലെന്നും ഭാര്യയോട് അമിതമായ സ്നേഹം കാണിക്കുമ്പോഴാണ് നമ്മൾ സംശയിച്ചു പോകേണ്ടത്. അത് ചിലപ്പോൾ അവൻ്റെ കുറ്റബോധത്തിൽ നിന്നുണ്ടാവുന്നതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഉപദേശം കൊള്ളാം. ഇനി ശരൺ സ്നേഹിച്ചാലാകും അടി തുടങ്ങാൻ പോകുന്നതെന്ന് ജാനകി അന്നേരം അവിടെ നിന്ന് പറഞ്ഞു കേട്ടോ. അഭിയേട്ടൻ പറഞ്ഞതിലും സത്യമുണ്ട് ഏട്ടത്തി. പ്രണയിച്ച് വിവാഹം കഴിച്ചവർ പോലും ചതിക്കാറുണ്ടല്ലോ എന്നൊക്കെ അമൃത ഇങ്ങനെ പറയണം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുമുറ്റത്തേക്ക് ഒരു വണ്ടിയുടെ ശബ്ദം. നോക്കുമ്പോൾ നമ്മുടെ ശരണിനെ കണ്ടപ്പോൾ ശരണായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ ശരണായിരിക്കും എന്ന് പറഞ്ഞ് അമൃത ഓടി ഇറങ്ങി ചെല്ലുക. അപ്പോൾ ചെല്ലാൻ പറഞ്ഞ് ഇവർ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ അമൃത ശരണിനെ വിശ്വസിക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും. അവരെ വേർപെടുത്താമെന്ന് അപർണയുടെ മോഹം നടക്കാതെ പോയതെല്ലാം സന്തോഷം എനിക്കുണ്ട് എന്നും ജാനകി അവിടെ നിന്ന് പറയണു. അപർണയ്ക്ക് ഇതൊരു തിരിച്ചടി തന്നെയാണെന്നും പറഞ്ഞ് നമ്മുടെ ജാനകി വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് ശരൺ അകത്തേക്ക് കയറി വന്നപ്പോൾ അമൃതയ്ക്ക് ഭയങ്കര സ്നേഹം. ഏട്ടനും ഏട്ടത്തി മേളിലുണ്ട്, ശരൺ പോയി അവരെ കണ്ടിട്ട് വാ എന്നും പറഞ്ഞിങ്ങനെ അമൃത അവരെ ശരണിനെ മുകളിലേക്ക് പറഞ്ഞു വിടാൻ നോക്കിയപ്പോഴേക്കും അവർ രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി വന്നു. എന്ന് പറഞ്ഞ് കൈയൊക്കെ കൊടുത്തു. രണ്ടുപേരെയും കാണാൻ ഞങ്ങൾ മുകളിലേക്ക് വരുമായിരുന്നു എന്ന് ശരൺ നേരം പറയാം കേട്ടോ. അപ്പോൾ ഇവർ സന്തോഷത്തോടെ ഇവർക്ക് മുന്നിൽ നിൽക്കുക. അപ്പോൾ അളിയ അമൃതയെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ഹാപ്പി ഇവർക്ക്. അങ്ങനെ ഹാപ്പി ആയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോ പിണക്കം കഴിഞ്ഞ് ശരൺ ഇവിടെ വന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ തമാശയ്ക്ക് ഇനി അടുത്ത പിണക്കം എപ്പോഴാണ് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇപ്പം ഞാനത് ചോദിക്കുന്നില്ല കേട്ടോ എന്ന് അഭി ശരണിനോട് പറയുവാണേ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ അന്നേരം അത് കേട്ട് ഇങ്ങനെ ചിരിക്കുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് ഇനി ഒരിക്കലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വഴക്കൂടരുത്. നിങ്ങൾ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മാത്രം മതിയെന്ന് ജാനകി പറയുമ്പോൾ ഏട്ടത്തി പറഞ്ഞ് എനിക്ക് മനസ്സിലായി ഏട്ടത്തി, ഇനി അതങ്ങനെ ഉണ്ടാവൂ. അമൃതയും എല്ലാം മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങൾ വീണ്ടും ഒത്തുചേരുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് ജാനകി അന്നേരം പറഞ്ഞു. അമൃത ഒന്നും മിണ്ടാതെ വിഷമിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അമൃതയ്ക്ക് ശരണിനോടുള്ള തെറ്റിദ്ധാരണ മാറുമ്പോൾ തെളിയുന്നത് എൻ്റെ നിരപരാധിത്വം കൂടിയാണെന്ന് ജാനകി അന്നേരം പറയണു. അത് കേട്ടപ്പോൾ അതേന്ന് ഇവന് സമ്മതിച്ചു. അമൃതയുടെ ജീവിതം തകർക്കാനാണ് ഞാൻ ശരണിനെ ന്യായീകരിക്കുന്നതെന്നും വെള്ള പൂശുന്നതെന്നും ഇവിടെ പലരും പറയുന്നുണ്ടെന്നും
ജാനകി പറയുമ്പോൾ ഏട്ടത്തി ഇനി അത് ഓർമ്മിപ്പിക്കരുതെന്ന് അമൃത പറയാം. അതെൻ്റെ മനസ്സിൽ കൊള്ളുന്നുണ്ടെന്നൊക്കെ അമൃതയും പറഞ്ഞു. ഞാനാണല്ലോ അത് മനസ്സിലാക്കാതെ പോയത്. എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ ജാനയടത്തി എന്തും ചെയ്തിട്ടുള്ളൂ എന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി കഴിഞ്ഞുവെന്ന് അമൃത പറയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നെന്നും അതുപോലെ പക്ഷേ ഒന്നിലും ഇടപെടാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ എന്നും പറഞ്ഞ് ശരണം നേരം പറയൂ കേട്ടോ. നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കുന്ന വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ ശരൺ ഇങ്ങനെ ഇവരോട് പറയണു. ഒറ്റപ്പെട്ടു പോകുന്നതിനോളം വേദന വേറൊന്നും ഇല്ലാന്നും ശരൺ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. കാരണം ശരണിൻ്റെ അനുഭവം അതാണല്ലോ. അപ്പോഴേക്കും ജാനകിയുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ വന്നു. അപ്പോൾ അമൃതയുടെയും കണ്ണൊക്കെ നിറയുവാണ് ഇതൊക്കെ കേട്ടിട്ട്. അളിയ അളിയൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. എല്ലാം ശരിയാകുമെന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ ശരിയാക്കും ഏട്ടത്തി. ഇത് വെറും ഭംഗിവാക്കൊന്നുമല്ല ഈ അമൃത പറയുന്നത്. എൻ്റെ വലിയേട്ടൻ തന്നെയാണ് എൻ്റെ അഭിയേട്ടൻ, അതിനൊരു മാറ്റമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് നിന്റെ ഏട്ടനെ മനസ്സിലാക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം അറിയണമെന്നുണ്ടെങ്കിൽ ആ മുഖത്തേക്ക് നീ ഒന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അമൃത നോക്കുമ്പോൾ നമ്മുടെ അഭിയുടെ കണ്ണും മനസ്സും ഒക്കെ ഇങ്ങനെ നിറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ഏട്ടാന്ന് വിളിച്ച് അമൃത ഇങ്ങനെ അഭിയെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഭയങ്കര സ്നേഹമായിട്ട് നിൽക്കുന്നു. ഞാൻ എൻ്റെ ഏട്ടനെയും ഏട്ടത്തിയെയും തെറ്റിദ്ധരിച്ച് പോയതിന് എന്നോട് പൊറുക്കണേ ഏട്ടാന്നൊക്കെ അമൃത പറയുമ്പോൾ പൊറുക്കാനും ക്ഷമിക്കാനും കഴിയുമ്പോഴേ സ്നേഹിക്കാനും നമുക്ക് കഴിയുള്ളൂ എന്ന് അഭി പറയാം. ഏട്ടൻ ഇത് രണ്ടും കഴിയുമെന്നും അഭി ഇങ്ങനെ പറയണു കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ ഈ കാര്യമൊക്കെ സംസാരിച്ചു. ശരണിന് അമൃതയ്ക്ക് ഇപ്പോൾ ഇവിടെ കുറച്ച് ദിവസം നിന്നൂടെ എന്ന് ജാനകി ചോദിച്ചപ്പം അയ്യോ അല്ല, ഞാനത് പറയാൻ കാരണം ഈ വീട്ടിലൊരു സമാധാന അന്തരീക്ഷം ശരൺ കാരണം ഉണ്ടാകുമെങ്കിൽ അതുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞു ജാനകി. ഏട്ടത്തിൽ ഞങ്ങൾ ഉടനെ തിരിച്ചു വരാം, പിന്നെ 1-2 ദിവസം ഞങ്ങൾക്കായിട്ടൊന്ന് ജീവിക്കണമെന്ന് ശരൺ അന്നേരം പറയാം. പിന്നെ പറഞ്ഞു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ശരണിൻ്റെ ഇഷ്ടം അതും അങ്ങനെ നടക്കട്ടെ. നമ്മൾ ഒരു ബാഗ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പൊന്നുകുട്ടി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. പൊന്നു അങ്ങ് ഇറങ്ങി വന്നപ്പം മോളൂ എന്നും പറഞ്ഞുകൊണ്ട് ശരൺ കൊച്ചിനെ കൊഞ്ചിക്കുക. അങ്ങനെ അവർ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അമൃത ചെറിയപ്പോൾ പോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അജയെ കാണാനായിട്ട് ശരൺ അകത്തേക്ക് കയറി ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഫോണിൽ അജയ് സംസാരിക്കാം. നിന്നെ ഞാൻ വെറുതെ വിടില്ല, വിശ്വാസവഞ്ചന ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ച് കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ശരണിനെ കണ്ടപ്പോൾ അജയ് ഒന്ന് നടുങ്ങി. അജയ് പേടിച്ച് വിറച്ചിങ്ങനെ ശരണിനെ നോക്കി നിൽക്കും. അപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ അജയ്ക്ക് മനസ്സിലായി. അപ്പോൾ അതാണ് വേർത്തല്ലേ, വക്കീലിനും സാധാരണക്കാരനും നിയമം ഒന്നു തന്നെയാണല്ലേ എന്ന് ചോദിച്ചു. വക്കീലെ ഒന്ന് കരുതി ഇരുന്നോളാൻ അജയോട് പറയുമ്പോൾ നീ എന്തിനാടാ ഇവിടെ കയറി വന്നത്, ആരോട് ചോദിച്ചിട്ടാ, നിന്നോട് ഇവിടെ വരരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളതെന്ന് അജയ് ചോദിക്കുമ്പോൾ അതെന്ത് പറച്ചില്ല എൻ്റെ വക്കീലെ, ഇതെൻ്റെ ഭാര്യയുടെ വീടല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഇവിടെ അല്ലാതെ മറ്റു വേറെ എവിടെ കയറി ചെല്ലാനാണെന്നൊക്കെ ശരൺ ചോദിക്കാം. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടാത്തവരുടെ വീട്ടിലേക്ക് കയറി ചെന്നാ ആ വീട്ടുകാരുടെ വക ഒരു ചോദ്യം നമുക്കുണ്ടാവും, ഇത് നിൻ്റെ അച്ചി വീടാണോ എന്ന്. അച്ചി വീട്ടിൽ കയറി വന്നാലും ഇത് തന്നെ ചോദിച്ചാലും എങ്ങനെയാണ് ശരിയാവുന്നതെന്നൊക്കെ ശരൺ ഇവനെ കളിയാക്കി ചോദിക്കുമ്പം അമൃത ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തത് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ അറിഞ്ഞല്ലോ, വാദവും വിധിയും എല്ലാം ഒന്നിച്ചായിരുന്നു, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാനുള്ള വിധിയും ഉണ്ടായെന്ന് പറയുമ്പോൾ ഇവൻ ഞെട്ടി നിൽക്കുക. അളിയാ ഇവിടെ നിന്ന് അമൃതയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരണിൻ്റെ ഷർട്ടിന് കയറി പിടിച്ചു അജയ്. അവൻ വീണു എന്ന് അവന് മനസ്സിലായി. ഹണി റോസും ഞാനും തമ്മിലാണ് റിലേഷൻ എന്ന് നീ അമൃതയോട് പറഞ്ഞു അല്ലേടാ എന്ന് ചോദിച്ചിങ്ങനെ അജയ് പറയുമ്പോൾ പിടിവിടാളിയാ, ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാലേ കപ്പൽ കയറുന്നത് അളിയൻ്റെ മാനമായിരിക്കും, കൈ വിടടാന്ന് പറഞ്ഞിട്ട് കൈ അങ്ങ് എടുപ്പിച്ചു നമ്മുടെ ശരൺ. ഇനിയെങ്കിലും എന്നെ ഒന്ന് നിനക്ക് ഒഴിവാക്കിക്കൂടെ എന്ന് ശരൺ ചോദിക്കുക. കുറേ അപവാദം നീ കാരണം ഞാൻ കേട്ടതല്ലേ, ഇനിയും എൻ്റെ ജീവിതത്തിൽ കയറി നീ കളിക്കാൻ വന്നാ നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന് ശരൺ അജയ്യോട് പറയുക. അജയ്യെ ഭീഷണിപ്പെടുത്തുക. എന്നെ ഒറ്റിയത് നീയാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല, എന്നെ കുടുക്കിയിട്ട് നിനക്ക് ജീവിക്കാമെന്ന് നീ കരുതിയോടാ എന്ന് അജയ് ചോദിക്കുമ്പോൾ ഞാൻ ജീവിക്കുവടാ, ഞാൻ ജീവിച്ച് കാണിച്ച് തരാവിടാ, നീ എന്ത് ചെയ്യുമെന്ന് ശരൺ അന്നേരം അജയ്യോട് ചോദിക്കുക കേട്ടോ. നിനക്ക് ചെയ്യാൻ കഴിയുന്നതേ ഹണിയെ വെച്ച് എൻ്റെ ബിസിനസ് ബ്ലോക്ക് ചെയ്യിക്കാം എന്നുള്ളത് മാത്രമാണെന്നും പിന്നെ ഞാൻ അവളുടെ കയ്യിൽ നിന്നും വാങ്ങിയ 25 CR അവൾ തിരിച്ചു ചോദിക്കും എന്നുള്ളതാണെന്നും നമ്മുടെ ശരൺ പറയുകയും ചെയ്തു. പക്ഷേ ചിത്രമൊക്കെ മാറി വക്കീലെ, ഹണി റോസിന് ശരണിൻ്റെ മറക്കുട വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അവൾക്ക് നിന്നെ കാണണമെങ്കിൽ അവൾ നേരിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് കടന്നു വരും, അവൾ വന്നിരിക്കും. സംശയമുണ്ടോ? ഒരിക്കൽ അവൾ വന്ന് കയറിയതല്ലേ ഹളകാപുരിയിലേക്ക്, മറന്നുപോയോ നീ? ഇനി വരുന്നത് അവൾ നിന്നെ കാണാനായിട്ടായിരിക്കും, അതിനൊരു സംശയമില്ല എന്നും പറഞ്ഞു. ഇനി ഹണി റോസിനെ നീ സൂക്ഷിച്ചേ പറ്റൂ, കാരണം പെണ്ണുമായി ചങ്ങാത്തം കൂടുന്നതൊക്കെ നല്ല സുഖമുള്ള കാര്യമൊക്കെ തന്നെയാണ്, പക്ഷേ നോക്കിയും കണ്ടും ഇല്ലെങ്കിലേ
പിന്നെ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. ഇപ്പം ശരിയെന്നാ കാണാമെന്നും പറഞ്ഞു അവിടുന്ന് ശരൺ അങ്ങ് പോയി. ശരൺ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അജയ് സാറത് കൈവിട്ട് പോയൊരിതിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വക്കീലിനെയും ഭാര്യയെയും ആണ് കാണിക്കുന്നത്. അപ്പോൾ വക്കീൽ കയറി വന്നപ്പോൾ ചായ തരാമെന്ന് പറഞ്ഞു ഭാര്യ അകത്തേക്ക് കയറി പോകുമ്പോൾ നീ ഒന്ന് അവിടെ നിന്നേന്ന് പറഞ്ഞു ഭർത്താവ് ഭാര്യയോട്. എടി അളകാപുരിയിൽ എന്തൊക്കെയോ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ടെന്നടി ഞാൻ അറിഞ്ഞത്. ഓ ഇങ്ങനെ പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാവില്ല. സ്വത്തിൻ്റെ വിഷയമാണോ? എടി ആ മൂന്നാറിലെ എസ്റ്റേറ്റില്ലേ അത് വാങ്ങാൻ താല്പര്യപ്പെട്ട് ഹണി റോസ് എന്നുള്ളൊരു സ്ത്രീ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് അളകാപുരിയിലേക്ക് ചെന്നുവെന്ന്. അവളെ എങ്ങനെ ഇവിടുത്തെ പ്രശ്നങ്ങളും എസ്റ്റേറ്റിൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞ് അവൾ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേന്ന് ചോദിച്ചു. എടി നിരഞ്ജനയുടെ വിവാഹ ദിവസം ക്ഷേത്ര ദിവസത്തിലേക്ക് വന്നില്ലേടി അവളെന്തിനാ? അവളെയും ശരണിനെയും ചേർത്തല്ലേ അന്ന് കഥകൾ കേട്ടത്. അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. ആ പ്രോപ്പർട്ടി വാങ്ങാൻ പ്രാപ്തിയുള്ളവരുടെ മുന്നിൽ ശരണേ ഒന്നും. അതുമാത്രമല്ല അവൾ പേര് മാറ്റി ഒരിക്കൽ നിരഞ്ജനയുടെ അടുത്ത് വന്നുവെന്ന് അവൾ പറഞ്ഞത് നീ ഓർക്കണില്ലേന്ന് ചോദിച്ചു. എൻ്റെ ഒരു പഴയ ക്ലയൻ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് ആ പരിചയപ്പെട്ട കാര്യം എന്നൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കാം. ഇനി അളകാപുരിയിൽ ആരെങ്കിലുമായിട്ട് ഈ പറയുന്നവൾക്ക് കണക്ഷൻ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ എന്നിങ്ങനെ നേരം പുള്ളിക്കാരി അവിടെ നിന്ന് ഇങ്ങനെ പറയാം. ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായത്. പ്രഭേച്ചയുടെ മകനാണെന്ന് പറഞ്ഞ അഭി മറ്റൊരു സ്ത്രീയുടെ മകനാണെന്ന് ഇപ്പം തെളിഞ്ഞില്ലേന്ന് ചോദിച്ചു. ഈ ഹണി റോസിനെ പറ്റി ഒരന്വേഷണം നടത്തിയേ പറ്റുമെന്നും ബാംഗ്ലൂരുകാരിയാണെന്ന് അറിഞ്ഞതെന്നും അതുപോലെ അതിന് വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഒക്കെ വക്കീൽ പറയാം. എൻ്റെ പേരും പറഞ്ഞ് വന്നവളല്ലേ, അതും എൻ്റെ മോളോട്. അപ്പോൾ ഞാനും ഒന്ന് അന്വേഷിച്ചറിയണ്ടേ അവൾ ആരാണെന്ന്. ഞാനെന്നും അളകാപുരിക്കാരെ ന്യായീകരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്കും തോന്നി തുടങ്ങി നമ്മൾ ഉദ്ദേശിക്കുന്ന കുടുംബക്കാരല്ല അവരെന്ന്. പറഞ്ഞിട്ട് കാര്യമുണ്ടോടി? UK ഒരു കമ്പനി സിയുടെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടവളാ. എന്തോന്ന് ചെയ്യാനാടി? തലയിലെഴുത്ത് അങ്ങനെ ആയിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ അച്ഛനകത്തേക്ക് കയറിപ്പോയപ്പോൾ അമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. ഈ സമയത്ത് ലച്ചു ഇറങ്ങുന്നത് നോക്കി രാഘവനും ആൾക്കാരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പാവ ലച്ചു ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരിക. മകൾ ഇറങ്ങി വന്നപ്പോഴേക്കും അച്ഛൻ ഇറങ്ങി ചെന്നു. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ മോളൊന്ന് പേടിച്ചു. അച്ഛനെന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അതെന്താ മോളെ അങ്ങനെ ഒരു ചോദ്യം? മോള് പോയത് പിന്നെ അച്ഛൻ്റെ കാര്യം ആകെ കഷ്ടത്തിലാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞു. മോള് പേടിച്ച് നിൽക്കുക കേട്ടോ. മോളുടെ അമ്മയോ മരിച്ചു പോയി, മോളും അച്ഛനെ വേണ്ടെന്ന് വെച്ചു പോയി. അച്ഛൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് മോളെ കഴിയുന്നേ? മോള് വന്നേ ബാ, അച്ഛന് മോളോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ വിളിക്കുമ്പോൾ വേണ്ട എനിക്കൊന്നും സംസാരിക്കാനില്ലെന്നും പറഞ്ഞ് ലച്ചു. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മോളെ, മോളുടെ അച്ഛനല്ലേ ഈ പറയുന്ന, മോൾ അച്ഛൻ്റെ കൂടെ വന്നേ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവുക. അങ്ങനെ അതിനെ പിടിച്ചു മാറ്റി നിർത്തി സോപ്പിട്ട് സംസാരിക്കാം. വിനായകനും അച്ഛനും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു മോളെ. ഇനി അങ്ങേര് തമ്മിൽ ഒരു ബന്ധവും എനിക്കില്ല. അച്ഛൻ ആ റിസോർട്ടിലെ ജോലിയും കളഞ്ഞു. എൻ്റെ മോൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഈ അച്ഛൻ ഇനി ചെയ്യത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ സോപ്പിടുക. അപ്പോൾ എൻ്റെ അമ്മയെ അടിച്ച് തൊഴിച്ച് രോഗിയാക്കിയാണ് നിങ്ങൾ എൻ്റെ അമ്മയെ കൊന്നത്. അത് ഞാൻ മറക്കില്ല. മുത്തശ്ശി മരിക്കുന്ന ദിവസം നിങ്ങൾ ആ വീട്ടിൽ വന്നുവെന്നും എനിക്കറിയാം. അന്ന് രാത്രി മുത്തശ്ശി മരിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലിരിപ്പൊക്കെ എനിക്കറിയാം. ഞാൻ അടുക്കളയിലേക്ക് പോയ സമയത്ത് നിങ്ങൾ എൻ്റെ മുത്തശ്ശിയെ കൊന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോഴാണ് വിനായകൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. വിനായകനെ കണ്ടത് ലച്ചു ഓടാൻ നോക്കി. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും കൂടെ ലച്ചുവിനെ പിടിച്ചു വലിച്ചു വണ്ടിയിലേക്ക് കയറ്റു കേട്ടോ. അങ്ങനെ പിടിച്ചു വെക്കുന്നു. മിണ്ടായിരിക്കടി എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ മോളെ പിടിച്ചു വെച്ചേക്കുക. എടി നീ ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കുക, നിന്നെ കൊലയ്ക്ക് കൊടുക്കാനൊന്നും അല്ലല്ലോ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നെ വിടുന്ന് പറഞ്ഞ് ലച്ചു കൊടുക്കുന്നത് കരയുന്നുണ്ട്. നിന്റെ അച്ഛനായിട്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീ എന്തിനാടി വല്ലവൻ്റെ അടുക്കളയൊക്കെ നാട്ടിൽ നിൽപ്പും കൊള്ളുന്നേ? അപ്പോൾ അതൊക്കെ ഞാൻ സഹിച്ചോളാവെന്നും എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ മതിയെന്നും പറഞ്ഞ് നമ്മുടെ കൊച്ചു പറഞ്ഞു. അപ്പോൾ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടാ ജീവിതം എന്താണെന്ന്, അവൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് വിനായകൻ. അപ്പോൾ വിടാനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലച്ചു അയാളാണ് പിടിച്ചു വെച്ചേക്കാം. അപ്പോൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പാവം നമ്മുടെ ലച്ചു വണ്ടി കിടന്ന് കാറും. അപ്പം മിണ്ടായിരിക്കടി അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ ശബ്ദിച്ചാലേ കൊന്നു കളയുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ കൊച്ചിനെ പിടിച്ച് വലിച്ചു കൊണ്ടു. അപ്പോൾ വേഗം വണ്ടി വിടറാമെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവറോട് പറയുന്നു. അപ്പോൾ നീ ഉണ്ടല്ലോ ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടിടത്തോളം നിന്നെ രക്ഷിക്കാൻ ഒരുത്തനും വരില്ലടി എന്നും പറഞ്ഞ് അച്ഛൻ പറയുന്നു. അപ്പോഴേക്കും മിണ്ടായിരിക്കാനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ. അപ്പോൾ വിടാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് കൊച്ച് അവിടെ കിടന്ന് കുതറി മാറുന്നുണ്ട്. അപ്പോഴാണ് അതുവഴി ഒരു വണ്ടി വരുന്നത്. ഈ വണ്ടിയെ ചേസ് ചെയ്ത് ആ വണ്ടി പറന്നു വന്ന് ഈ വണ്ടിയുടെ മുന്നിൽ അങ്ങ് ചവിട്ടി അങ്ങ് നിർത്തി. ആ ഡ്രൈവർ ആണെങ്കിലും വണ്ടി മാക്സിമം സ്പീഡിൽ ഓടിക്കുന്നുണ്ട്. വിനായകനും അതുപോലെ ലച്ചുവിനെ തട്ടിക്കൊണ്ട് പോകുന്ന ആ വണ്ടി. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മറ്റൊരു വണ്ടി വന്ന് ചേസ് ചെയ്തങ്ങ് നിർത്തി. അതിൽ നിന്ന് ഇറങ്ങി വരുന്നു നമ്മുടെ സ്റ്റാർ ഓഫ് ദ വീക്ക്, വേറെ ആരുമല്ല സച്ചി ഇറങ്ങി വന്ന ആ വണ്ടിക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഏതവനാടാ എന്ന് ആലോചിച്ചുകൊണ്ട് ഇവന്മാർ ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുക. ഏതായാലും നമ്മുടെ സച്ചി വന്ന് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നു. പുഷ്പം പോലെ നമ്മുടെ ലച്ചുവിനെ രക്ഷിച്ച്
അളകാപുരിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ കഥയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ രൂപമായിട്ട് നാളത്തെ നമ്മുടെ കഥയിൽ എല്ലാ വിശേഷങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.